അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മാരുതി 800 അതിൻ്റെ അധികം പ്രശ്നം ഉണ്ടാകുന്ന ഒരു പോർഷനാണ് നമ്മുടെ സൈഡ് വിൻഡോ. ഇപ്പോൾ നിങ്ങൾക്ക് കേട്ട ഒരു സൗണ്ട്, അതുപോലെ തന്നെ ഇത് നല്ല ടൈറ്റും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്നങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നന്നായിട്ട് ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇവിടെ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മളിവിടെ ലിവർ, ഡോർ ഓപ്പൺ ലിവറിൻ്റെ അവിടെ ഒരു സ്ക്രൂസ് വരുന്നുണ്ട്. ആ സ്ക്രൂ നമ്മൾ ഊരിയെടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കവറ് ഈ ഒരു രീതിയിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ ഇറക്കി വെക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള ക്ലിപ്പ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ, വലിയ സ്ക്രൂ ഡ്രൈവർ ഇട്ടാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ ലോക്ക് നോക്കിയിട്ട്, ഇതാണ് ഈ രണ്ട് എൻഡിൽ നമ്മൾ കറക്റ്റ് സ്ക്രൂ ഡ്രൈവറിൻ്റെ എൻഡ് വെച്ചിട്ട് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലത്തെ ക്ലിപ്പാണ് വരിക. അതുപോലെ തന്നെ ഒരു വാഷറും വരും. അപ്പോൾ ഈ ഒരു ക്ലിപ്പാണ് നമ്മൾ തട്ടിയിട്ട് ഊരിയെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളെ ഹാൻഡിൽ സെയിം നമ്മളെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് രണ്ട് സ്ക്രൂസാണ് വരിക, അത് ഊരിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ പാഡ് വരുന്നുണ്ട്, അത് ഇതുപോലെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ, വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ബട്ടൺ ടൈപ്പുള്ള ക്ലിപ്പാണ്. അത് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വശത്തു നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് പൂർണ്ണമായിട്ടും നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസൊക്കെ, ഈ വൈറ്റിൽ കാണുന്ന ബട്ടൺസൊക്കെ ഈ ഒരു ഹോളിൻ്റെ അകത്താണ് ടൈറ്റായിട്ട് നിൽക്കുക. സിമ്പിളാണ്. അപ്പോൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ, ഗമ്മ് വരുന്നൊരു കവറാണ്. ആ ഗമ്മ് നമ്മൾ ഈ കവറ് കീറാത്ത രീതിയിൽ വേണം പതിയെ നമ്മൾ ഫുള്ളായിട്ട് ഊരി മാറ്റണ്ട. നമുക്ക് അതിൻ്റെ ഉൾവശം കാണുന്ന രീതിയിൽ ഒന്ന് താഴ്ത്തി വെച്ചാൽ മതി. ആ ഗമ്മ് വീണ്ടും നമുക്ക് ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ റെയിൽസ് വരുന്നുണ്ട്. ഈ റെയിലിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഗ്രീസ് ഉണ്ടാവും. അപ്പോൾ അത് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു വീല് വരുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ മനസ്സിലാവും. ആ വീല് നമ്മൾ നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുക. ഓയിൽ അല്ലെങ്കിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഓയിലാണ്. ഓയിൽ അല്ലെങ്കിൽ നമുക്ക് WD-40 ഓയിൽ കുറച്ചും കൂടി ബെസ്റ്റാണ്. ലൂബ്രിക്കേഷൻ നന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ കറക്റ്റ് സ്മൂത്ത് കിട്ടും. ആ റെയിലിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റെയിലിലോട്ട് കൂടിയാണ് മുകളിലോട്ടും താഴോട്ടും വരിക. രണ്ട് സൈഡിലോട്ട് രണ്ട് വീൽസ് വരുന്നുണ്ട്. ആ വീല് നമ്മൾ കറക്റ്റ് നോക്കുക. കുറച്ച് നല്ലോണം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ ആവുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഉള്ളിൽ തുരുമ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയും ഓയിൽ അല്ലെങ്കിൽ WD-40 അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു സൗണ്ടും അതുപോലെ തന്നെ ആ ഒരു ടൈറ്റും ഒക്കെ നമുക്ക് കുറച്ച് കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മുകളിലോട്ടും താഴോട്ടും ഒരു 3-4 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ട്, ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് നമ്മൾ അവിടെയും ഓയിൽ അല്ലെങ്കിൽ WD-40 ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. രണ്ട് സൈഡിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ റെയിലിൻ്റെ ഉള്ളിൽ പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവിടെ ഹാർഡാവുന്നതുകൊണ്ടാണ് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സൗണ്ടും, അല്ലെങ്കിൽ തന്നെ ഇത് നല്ല ടൈറ്റായിരിക്കും. നമ്മൾ കിഡ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ അവർക്ക് ഇത് ഓട്ടോമാറ്റിക് അല്ലാത്തതുകൊണ്ട് തന്നെ മാനുവലായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നല്ല ടൈറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് ഈ ഒരു മെത്തേഡ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വ്യൂസ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടംപോലെ മാരുതി 800ൻ്റെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ വീഡിയോസ് ഇഷ്ടംപോലെ ഇതിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ആ സൗണ്ടും അതുപോലെ തന്നെ ഒരു ടൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഈ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും വലിച്ചു കുറച്ച് കളയാൻ പാടില്ല. ഇതുപോലെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് പ്രസ് ചെയ്താൽ അതിൻ്റെ അകത്തോട്ട് കയറി നിൽക്കും. അതിനുശേഷം ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.